എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടായി പ്രോൺസ് ആണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 500 ഗ്രാം പ്രോൺസ് ആണ്. ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ പെപ്പർ പൗഡർ ഇവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഏതാണ്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കുറച്ച് ക്യാപ്സിക്കവും സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം, കൂടുതൽ കുക്കാവണ്ട. ഇത് അവസാനം ഉപയോഗിക്കാനാണ്. സോഫ്റ്റ് ആയിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതേ പാനിൽ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, ഇതിൽ തന്നെ വെള്ളമുണ്ട്. ആവശ്യമാണെങ്കിൽ പിന്നീട് ഒഴിക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി വേറൊരു കടായി വെച്ച് 2 സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി ഇനി അതിൽ 1 സ്പൂൺ ഇഞ്ചി, 1 സ്പൂൺ വെളുത്തുള്ളി, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ ആയതിനു ശേഷം ഞാനിവിടെ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. സവാള ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പ്രോൺസ് കുക്കായിട്ടുണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. സവാള മൂത്ത് കഴിഞ്ഞ് ഇതിന് ആവശ്യത്തിനുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം ആഡ് ചെയ്യേണ്ടത് ടൊമാറ്റോയാണ്. ഞാൻ 2 വലിയ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ടൊമാറ്റോ വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസിലോട്ട് ഈ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാവുന്നതാണ്. ഇനി 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നല്ലതായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടായി പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ഇനി ആദ്യം ഉണ്ടാക്കി വെച്ച ക്യാപ്സിക്കവും സവാളയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിതൊരു സർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതാണ്. ടിൽ ദെൻ ബൈ.